എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു. കുട്ടി ചെന്നൈയിലെത്തുന്ന സ്ഥിരീകരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് അസമിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല. അപ്പോഴും നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു ചെറിയ കുട്ടിക്ക് കയ്യിൽ കേവലം 40 രൂപ മാത്രമുണ്ട് എന്നൊക്കെ നമ്മൾ ഇതുവരെ കരുതിയിരുന്ന, ഒരുപക്ഷെ അതിനപ്പുറം പണമടക്കമുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ 40 രൂപ കൊണ്ട് ഇക്കണ്ട യാത്രയൊക്കെ നടത്താൻ എന്തായാലും ആ കുട്ടി കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് കുറച്ചുകൂടി പ്ലാൻഡ് യാത്രയാണോ എന്നുള്ള സംശയമുണ്ട്. ഈ കുട്ടിയുടെ സഹോദരൻ നമ്മൾ രാവിലെ ഫോണിൽ വിളിച്ചതാണ്. ഒന്നും അറിയില്ല എന്നുള്ളതാണ് ആ സഹോദരൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ബംഗളൂരു റിപ്പോർട്ടർ അരുൺ പൂപ്പറമ്പായി സഹോദരനെ തേടി അവിടെ പോകുമ്പോഴും ഈ സഹോദരന് അരുൺ പൂപ്പറമ്പയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് അരുണിന് മുന്നിൽ നിന്ന് പെട്ടെന്ന് കുതിറിമാറാനുള്ള നീക്കം നടത്തുകയായിരുന്നു സഹോദരൻ. സഹോദരൻ ഇന്ന് ജോലിയിലാണ് നമ്മളോട് രാവിലെ പറഞ്ഞതാണ്. പക്ഷേ സഹോദരൻ ബംഗളൂരുവിൽ ഇന്ന് ലീവാണ്. വാഹിദ് എന്നാണ് സഹോദരൻ്റെ പേര്. സഹോദരൻ ഇന്ന് ലീവാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ അക്കാര്യത്തിലുണ്ട്. ഈ കുട്ടിയുടെ യാത്രയിൽ അത്ര നമ്മൾ ആദ്യം കരുതിയതുപോലെ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിൽ അവരുടെ അമ്മ ശകാരിച്ചതിൻ്റെ ഭാഗമായി പെട്ടെന്നൊരു കുരുത്തക്കേട് എന്നൊക്കെ തോന്നുന്ന മട്ടിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങിപ്പോയേക്കാം എന്ന തോന്നലിൽ പെട്ടെന്ന് ഇറങ്ങിയതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയതാണെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടിലെ ഫോൺ നമ്പർ അടക്കം ഈ കുട്ടിയുടെ പക്കലുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിറങ്ങുക എന്ന ഉറച്ച ബോധ്യത്തിൽ അതെന്തുകൊണ്ടാണെന്ന കാര്യമൊക്കെ ഇനിയാണ് പുറത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടി വീട്ടിൽ നിറങ്ങിയേ മതിയാവുകയുള്ളൂ എന്ന ഉറച്ച ബോധത്തിലേക്ക് എത്തിയത്? അങ്ങനെ വീട്ടിൽ നിറങ്ങി പോകാനും മാത്രമുള്ള പീഡനം ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയാണ് അറിയേണ്ടത്. എന്തായാലും അറിയാൻ കഴിയുന്നത് കുട്ടി വീട്ടിൽ നിറങ്ങിയതാണ്. അത് വീട്ടിലേക്ക് തിരികെയില്ല എന്ന ഉറപ്പിൽ തന്നെ ഇറങ്ങിയതാണ്. അത് പോലീസിൻ്റെ കണ്ണുവെട്ടിക്കാനടക്കം ഉള്ള എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാവീണ്യമോ ഒക്കെ ആ കുട്ടിക്കുണ്ട് എന്ന് വേണം കരുതാൻ. നമ്മൾ 13 വയസ്സുള്ള കുട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നല്ല ബോധത്തിൽ തന്നെ പറയുന്നു. അല്ലെങ്കിൽ ഇക്കണ്ട അന്വേഷണങ്ങളെയൊക്കെ ഈ കുട്ടി പോലീസിൻ്റെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളത് വിസ്മയകരമായി നിൽക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, നമ്മൾ ഈ വട്ടമിട്ട് കാണിക്കുന്നത് കുട്ടിയുടെ ചിത്രമാണ്. ഈ കുട്ടി പല CCTV ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ നാഗർകോവിൽ വരെ അന്വേഷിക്കുമ്പോൾ പല CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടിയെ കാണുന്നു. ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ കാണുന്നു. ഇത് എന്തുകൊണ്ടാണ് പോലീസിന്റെ കണ്ണിൽ ഈ സമയം അത്രയും പെടാതെ പോയത്? CCTV പരിശോധിക്കുക എന്ന ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ആദ്യ സ്ട്രാറ്റജി അവസാനത്തേക്ക് മാറ്റി പോലീസ് എന്ന് കരുതണോ ഷഫീദ്? ഹാഷ്മി, നമുക്കങ്ങനെ എല്ലാ അർത്ഥത്തിലും പോലീസിനെ ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച RPF ആണ് ഈ CCTVകൾ അല്ലെങ്കിൽ CCTV പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ അത് അലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അനുവദിക്കേണ്ടത് RPF ആണ്. അവർ ആദ്യഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറഞ്ഞു എന്ന് RPF ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിക്കുമ്പോൾ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന അത് വൈകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ 7:15 ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വലുതായിരുന്നു. ആ പെൺകുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള വളരെ കറക്റ്റായിട്ടുള്ള വിവരം പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചത്. എന്നാൽ 8:30 ആ ചിത്രം മാറി. പോലീസിനെ സംബന്ധിച്ച ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ആ മൊഴി എന്നതിൽ മാത്രം പോലീസ് അന്വേഷണം നടത്തി. ബീച്ചുകളിലേക്കൊക്കെ പോയി ഫോട്ടോകൾ കാണിച്ചുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ കേരള പോലീസിന്റെ 5-അംഗ സംഘം നടത്തിയത്. പിന്നാലെയാണ് അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ 7-8 മണിക്കൂറുകളൊക്കെ എടുത്ത് ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ഒരു നടപടിയിലേക്ക് പോയി. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ആദ്യഘട്ടത്തിലെ ഫസ്റ്റ് ട്വിസ്റ്റ് അത് കുട്ടി പാറശാല വരെ എത്തിയെന്നുള്ള സ്ഥിരീകരണം. രണ്ടാമത്തേത് കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയായിരുന്നു. പക്ഷേ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്കപ്പുറത്തേക്ക് ഇതിന്റെ ഫ്രണ്ട് ഗേറ്റുകൾ എവിടെയും കുട്ടി ഇറങ്ങി പോകുന്നു. ഷഫീദ്, നമ്മൾ സംസാരിക്കുന്നത് ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റിയാണ്. അതിനെ അന്വേഷിച്ചത് നമ്മുടെ കേരള പോലീസിന്റെ സംവിധാനമാണ്. കേരള പോലീസിന്റെ പ്രഗത്ഭരായ ടീം അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് ചെറിയ സംഘം ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നലെ രാത്രി ഷഫീദ് ആ സംഘത്തിനൊപ്പം കന്യാകുമാരിയിലേക്ക് ഉണ്ടായിരുന്നു. 5-അംഗ സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആദ്യഘട്ടത്തിലെ അതിന്റെ പരിമിതി മനസ്സിലാക്കാം. അതിനുശേഷം ആ സംഘം വലുതായി വരുന്നത് നമ്മൾ കണ്ടു. അന്വേഷണം വിപുലീകരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. റെയിൽവേ പോലീസിന്റെ സഹായം കണ്ടു. തമിഴ്നാട് പോലീസിന്റെ സഹായം കണ്ടു. ഷഫീദ്, 13 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ ഇതാദ്യമായി അസമിൽ നിന്ന് കേരളത്തിലേക്ക് ആദ്യമായി ഒരു മാസം മാത്രം മുൻപെത്തിയ യാത്രാപരിചയം അതുമാത്രമുള്ള പെൺകുട്ടി ഇക്കണ്ട അന്വേഷണത്തിൽ ഒന്നും കണ്ണിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് ഷഫീദ്. അശ്മിതിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമുള്ള യാത്രയാണ് പെൺകുട്ടിയുടേതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് ചില മിസ്ലീഡുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അസമിലേക്ക് കുട്ടി പോകാനുള്ള ആദ്യ സാധ്യത പരിഗണിച്ചുകൊണ്ടായിരുന്നു പാലക്കാട്ടേക്കുള്ള അന്വേഷണം. പോലീസിനെ സംബന്ധിച്ച് വൈറ്റലായത് ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ലഭിച്ച ബബിതയുടെ ഫോട്ടോ മാത്രമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിലേക്ക് എത്തിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് വൈകിട്ട് 4:30 വരെയുള്ള സമയത്ത് പോലീസിനെ സംബന്ധിച്ച കുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവും ലഭിച്ചില്ല. അപ്പോഴാണ് നാഗർകോവിലേക്ക് കുട്ടി കയറിയുള്ള ദൃശ്യങ്ങൾ പോലീസിന് അവിടെ നിന്ന് ലഭിക്കുന്നത്.
നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കന്യാകുമാരിയിൽ നടത്തിയ പരിശോധനയിൽ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ കുട്ടി നമ്മൾ പറയുന്ന പോലെ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ വന്നിറങ്ങുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് കുട്ടി ഇറങ്ങുന്നുണ്ട്. ശേഷം ഇവിടെ ശുചീകരണ തൊഴിലാളി ട്രെയിൻ ശുചീകരണം നടത്തുന്ന ആ തൊഴിലാളികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവരെ കണ്ടപ്പോൾ തിരിച്ചു കയറുന്നു. വീണ്ടും അവർ പോയതിനു ശേഷം ഇറങ്ങുന്നു ട്രെയിനിൽ നിന്ന്, വീണ്ടും തിരികെ കയറുന്നു. ഇത് കുട്ടി കൃത്യമായ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് പോലീസ് ഈ ഘട്ടത്തിൽ അവർ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടിക്ക് യാത്രാ പരിചയമില്ല എന്ന് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 13 വയസ്സുള്ള കുട്ടിയാണ്. മാത്രമല്ല മുൻപ് ട്രെയിനിൽ കുറച്ച് യാത്ര ചെയ്ത പരിചയമുണ്ടെന്നുള്ള സംശയം കൂടി പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടി ആളുകളുടെ കണ്ണ് വെട്ടിച്ച് നടന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ഒരു സംശയം തോന്നുന്നത്. ഒരു പക്ഷേ കുട്ടി ആ മാനസിക വിഷമത്തിലോ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന മോശം അനുഭവത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഒരു പക്ഷേ കുട്ടി അങ്ങനെ പോയതാ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നത്. എന്തുമാകട്ടെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ലീഡ് കിട്ടുന്നു. ആ ലീഡ് കന്യാകുമാരിയിൽ നിന്ന് കുട്ടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ, അതായത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആയി വന്ന ട്രെയിൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ടാണ്. ആ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കുട്ടി പോയിട്ടുണ്ട്. ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കുട്ടി ഇറങ്ങിയിട്ടില്ല. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും തിരികെ ട്രെയിൻ പോകുന്നതിന് തൊട്ട് മുൻപ് കയറുകയും മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ എഗ്മോറിലേക്ക് ഈ കുട്ടി എത്തിയിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അത് കേരള പോലീസ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടി ഇനി എങ്ങോട്ടേക്ക് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഒന്നാമത്തെ ചോദ്യം. അതിന് സാധ്യതകൾ പലതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന സാധ്യതയാണ് വിജയവാഡ. ഒന്നെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകാം, ഗുവാഹട്ടിയിലേക്ക് പോകാം. ഈ വിജയവാഡ എന്നുള്ള സാധ്യത പോലീസ് പരിശോധിക്കാൻ കാരണം ആ സമയത്തെ ട്രെയിൻ ടൈമിംഗുകൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ വിജയവാഡയിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇതിനോടകം തന്നെ ആന്ധ്ര പോലീസിനോട് കേരള പോലീസ് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെന്നൈയും എഗ്മോറും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV പരിശോധനകൾ അതും പുരോഗമിക്കുന്നുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണത്തിന് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു തെരച്ചിൽ, ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഹാഷ്മി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്, ആരുടെയും കണ്ണിൽ പെടരുത്, ആരായാലും തന്നെ പിടിക്കപ്പെടരുത്, തനിക്കൊരു ലക്ഷ്യമുണ്ട്. കാരണം ഞാൻ വളരെ വ്യക്തിപരമായി ഈ മണിക്കൂറുകളിലൊക്കെ എനിക്ക് സംശയം തോന്നുന്നൊരു കാര്യം ഹാഷ്മി, അതായത് ഈ കുട്ടിക്ക് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങി പോകാൻ ആഗ്രഹമുണ്ടാകില്ല. അതൊരു പക്ഷേ കുട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ സഹോദരന്റെ ഇപ്പോ ഷഫീർ, നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്ന ഈ മൊഴികൾക്കൊക്കെ ഇപ്പോൾ രണ്ടാമത് തിരിച്ചാലോചിക്കുമ്പോൾ ഒരു വിശ്വാസക്കുറവ് തോന്നുന്നുണ്ട്. സഹോദരനൊന്നും അറിയില്ല എന്ന് സഹോദരൻ രാവിലെ പറഞ്ഞതിൽ എനിക്കിപ്പോൾ ബലമായ വിശ്വാസമുണ്ട്. സഹോദരൻ്റെ ഫോൺ നമ്പർ കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ഉള്ളതാണോ എന്ന് വിശ്വാസക്കുറവുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് വീട്ടിലെ ഫോൺ നമ്പർ എന്തായാലും കുട്ടിക്കറിയാം. അപ്പോൾ ഒറ്റ ബുദ്ധിക്ക് ഒരു വാശിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിൽ 40 രൂപ തീരുമ്പോൾ, വയറ് വിശക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ തിരികെ ആരുടെയെങ്കിലും ഫോൺ വാങ്ങി എന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി ട്രെയിനിൽ കയറിയിരിക്കാൻ കഴിവുള്ള കുട്ടി, കെൽപ്പുള്ള കുട്ടിക്ക് ആരുടെയെങ്കിലും ഫോൺ വാങ്ങി എന്നെ ഒന്ന് കൊണ്ടുപോ എന്ന് പറയാൻ കഴിയും. ഈ സമയം വരും അങ്ങനെ ഫോൺ കോൾ വന്നിട്ടില്ല എങ്കിൽ കുട്ടിയുടെ പക്കാ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞാൽ രാവിലെ സിബ്ലിങ്ങുമായി അല്ലെങ്കിൽ സഹോദരിയുമായി ഒരു തർക്കമുണ്ടാകുന്നു, അമ്മ ഒന്ന് അടിക്കുന്നു, അതിൻ്റെ ഭാഗം പെട്ടെന്നൊരു ദേഷ്യത്തിൽ ബാഗെടുത്ത് പുറപ്പെട്ടതല്ല. കൃത്യമായ പ്ലാനിങ്ങിൽ അസമിലേക്കോ ബാംഗ്ലൂരിലേക്കോ സഹോദരൻ്റെ അടുത്തേക്കോ പോവുക, വീട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന കൃത്യം ഉദ്ദേശത്തിൽ ആരുടെയും കണ്ണിൽപ്പെടരുതെന്ന് ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ഒരു 13 വയസ്സുകാരി എന്ന വിസ്മയത്തിനു കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഷഫീദ്. ഹഷ്മി ഉറപ്പായിട്ടും, അതായത് നമ്മളിപ്പോൾ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആരും കണ്ടുപിടിക്കേണ്ട, താൻ ആരുടെയും കണ്ണിൽ പെടേണ്ട എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് ആ കുട്ടി പോയിട്ടുള്ളതെങ്കിൽ കുട്ടിയെ കണ്ടുപിടിക്കുക അത് അത്യന്തം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കുട്ടി, അത് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല, പക്ഷേ പോലീസിനോട് നമ്മൾ 6 മണിക്കും സിറ്റി പോലീസിലെ ചിലരോട് സംസാരിക്കുമ്പോൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ സംസാരിക്കുമ്പോൾ അവർ ചില സംശയങ്ങൾ പറയുന്നുണ്ട്. ആ സംശയം ഇതാണ്, അതായത് ഈ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം, നമ്മൾ ഈ പറയുന്ന മോശം അനുഭവം ഞാൻ അന്ത കോഴ്സ് അത് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ നിരന്തരം അടി കിട്ടാവുന്ന സാഹചര്യം. ഇപ്പോൾ നമുക്കൊക്കെ പലതരത്തിൽ ഈ വീട്ടിൽ നിന്ന് നമുക്ക് തെറ്റ് കാണിക്കുമ്പോൾ അങ്ങനെ ശിക്ഷണ നടപടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അത് കിട്ടി ആ മനോവിഷമത്തിൽ കുറച്ച് നാളായി കുട്ടി ആലോചിച്ച് ചെയ്ത കാര്യമാണോ എന്നുള്ളൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച പെൺകുട്ടി പ്ലാൻഡ് ആണ്, പെൺകുട്ടിക്ക് യാത്ര ചെയ്ത പരിചയമുണ്ട്. കാരണം അവർ അസമിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന യാത്ര എന്നതിനപ്പുറത്തേക്ക് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നടത്തിയിട്ടുള്ള കുറച്ച് യാത്രകളുണ്ട്. ആ യാത്രാ ഹിസ്റ്ററി കൃത്യമായി മാതാപിതാക്കളോട് ചോദിച്ചറിയുക പോലീസിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മൊമെന്റിൽ ആ വീട്ടുകാരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ച സംശയങ്ങൾ പലതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങളുടെ പേരിലാണോ കുട്ടി കുട്ടി മുൻകൂട്ടി നിശ്ചയിച്ച് കുട്ടി വീട് വിട്ടിറങ്ങുക എന്നുള്ള ഉദ്ദേശം ഉറപ്പായും അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം, ഇനി ആ വീട്ടിലേക്കില്ല എന്ന് തീരുമാനിക്കാൻ ഒരു 13 വയസ്സുകാരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ ഉള്ള ഘടകം എന്താണ്? വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ പറയുന്ന മർദ്ദനത്തിനപ്പുറം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? 2 കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ കുട്ടിയെ ജസ്റ്റ് നമ്മ തല്ലി എന്ന അവരുടെ വാദം ശരിയാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടേക്ക് വരാനുള്ള, പക്ഷേ അതിലേറെ പ്രധാനം ഈ 13 വയസ്സുകാർ എന്തുകൊണ്ട് വീട് വിട്ടിറങ്ങിയതാണെങ്കിലും അത് പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിലും ആ കുട്ടി സേഫാണ് എന്ന് ഉറപ്പിക്കൽ കേരളം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം ചുമതലയുമാണ്. അതിൻ്റെ